ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ഖത്തറിന്റെ വിവാദ ഗോളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്തെത്തി. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയോടും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. AIFF പ്രസിഡന്റ് കല്യാൺ ചൗബെ ഫിഫയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. പ്രശ്നത്തിൽ സാധ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സമഗ്രത നഷ്ടപ്പെടുത്താതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ചൗബെ ആവശ്യപ്പെട്ടു. ദോഹയിൽ ചൊവ്വാഴ്ച രാത്രി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ 73-ാം മിനിറ്റിൽ ഖത്തർ നേടിയ ഗോളാണ് വിവാദമായത്. പന്ത് ഔട്ട്ലൈൻ കടന്നതിനു ശേഷം ഖത്തർ താരം തിരികെ മൈതാനത്തേക്കെടുക്കുകയും ഗോൾ നേടുകയുമായിരുന്നു. യൂസഫ് ഐമനാണ് ഗോൾ നേടിയത്. 37-ാം മിനിറ്റിൽ ലാലിയൻ വാല ചാങ്തെ നേടിയ ഗോളിൽ അതുവരെ ഇന്ത്യ ലീഡ് ചെയ്യുകയും 3-ാം റൗണ്ടിൽ പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്തിരുന്നു. വിവാദ ഗോളിന് ശേഷം 85-ാം മിനിറ്റിൽ അഹമ്മദ് അൽ റാഫി നേടിയ ഗോൾ ഖത്തർ ജയം നേടുകയും ചെയ്തു. പന്ത് കളത്തിന് പുറത്തായിരുന്നുവെന്ന് ടെലിവിഷൻ റീപ്ലേകളിൽ വ്യക്തമായിരുന്നു. ഇതോടെ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചകളാണ് അത് തുടക്കമിട്ടത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ നടപ്പാക്കാത്തതും രൂക്ഷമായ വിമർശനത്തിന് വിധേയമായി. ജയിച്ചിരുന്നെങ്കിൽ 3-ാം റൗണ്ട് ലഭിക്കുമായിരുന്ന ടീമാണ് ആ ഗോളോടെ താളം തെറ്റിയത്. ദക്ഷിണ കൊറിയൻ റഫറി കിം വു സുങ് ആണ് കളി നിയന്ത്രിച്ചത്. ജയപരാജയങ്ങൾ മത്സരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അത് സന്തോഷത്തോടെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഖത്തറിനെതിരെ മത്സരത്തിൽ ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നത് 2 ഗോളുകളിൽ 1 ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നതാണ്. മത്സരത്തിലെ ഗുരുതരമായ മേൽനോട്ടപ്പിഴവ് ചൂണ്ടിക്കാട്ടി ഫിഫ ക്വാളിഫയേഴ്സ് ഹെഡ്, AFC ഹെഡ്, റഫറിമാർ, മാച്ച് കമ്മീഷണർ എന്നിവയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ 3-ാം റൗണ്ട് സ്വപ്നങ്ങൾ തകർത്ത സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അനീതി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഫിഫയും IFCയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, AFFIക്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി. അനീതി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഫിഫയും IFFCയും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, AFFIയുടെ പ്രസ്താവനയാണ് വ്യക്തമാക്കുന്നത്. ആദ്യ പകുതിയിൽ മത്സരം ഇന്ത്യയുടെ കാലുകളിലായിരുന്നു. ഖത്തറിനെ ഞെട്ടിച്ച് ഇന്ത്യ ഗോൾ നേടുകയും ചെയ്തു. എന്നാൽ ലീഡ് നേടാൻ ആദ്യ പകുതിയിൽ തന്നെ ഇന്ത്യക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ ഫിനിഷിങ്ങിലെ പോരായ്മ ഇന്ത്യയെ അകറ്റി നിർത്തി. ഗോളിന് ശേഷവും ഇന്ത്യ തന്നെ മുന്നിട്ട് നിന്നിരുന്നു. എന്നാൽ 2-ാം പകുതി എത്തിയപ്പോൾ കാര്യങ്ങൾ മാറി. അമിതമായി പ്രതിരോധത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. ഇതോടെ ഖത്തർ അവസരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഔട്ട്ലൈൻ കഴിഞ്ഞ് പുറമേ പോയ പന്ത് വീണ്ടും കോർട്ടിലേക്ക് എടുക്കുകയും ഖത്തർ ഗോൾ നേടുകയും ചെയ്തു. ഐമൻ നേടിയ ഗോൾ അനുവദിക്കാനാവില്ലെന്ന് ഇന്ത്യ തർക്കിച്ചു. എങ്കിലും ഫലം കണ്ടില്ല. മത്സരത്തിൽ VAR സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഈ വിവാദ ഗോളിനെതിരെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്തെത്തിയത്.